10,000 രൂപയ്ക്ക് വേണ്ടി 50,000 രൂപ മുടക്കി കോടതി കയറി ഇറങ്ങുന്ന ഒരു ദയനീയാവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. വടക്കേ ഇന്ത്യയിലെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലി അവര് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെത്തി. അപ്പൊ അവർക്ക് സൗകര്യാർത്ഥം അവര് കൊച്ചിയിലെ തന്നെ വളരെ പ്രമുഖമായ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തില് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ് അവർ റെന്റിനെടുത്തത്. ഒരു മാസത്തെ റെന്റിനാണ് അവരെടുത്തത്. റെന്റ് 8,500 രൂപ, സെക്യൂരിറ്റി 25,000 രൂപ. ഇതായിരുന്നു എഗ്രിമെന്റ് അനുസരിച്ച് ഇവര് എപ്പോൾ തിരിച്ചു പോകുന്നുവോ അന്ന് 25,000 രൂപ തിരിച്ചു കൊടുക്കുമെന്നതാണ്. ഇവര് ഒരു മാസം കഴിഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പൊ ഇവര് ഈ സെക്യൂരിറ്റി എമൗണ്ട് ചോദിച്ചപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഇവര് തിരിച്ചങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് പല പ്രാവശ്യവും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴെല്ലാം ഓരോ ന്യായങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഒപ്പിടാൻ ആളില്ല, ഇവിടെ മീറ്റിംഗ് കൂടിയില്ല, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് 1 മാസമല്ല 2 മാസമല്ല 6-7 മാസം കടന്നുപോയി. അവസാനം ഇവർ പറഞ്ഞു, ഞങ്ങൾ ചെക്ക് എഴുതി അയച്ചിട്ടുണ്ട്, നിങ്ങൾ വാട്സപ്പിൽ നോക്ക് എന്നെല്ലാം വിളിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് ഇവർ കബളിപ്പിക്കുകയാണെന്ന്. എന്തായാലും ഇവർ ആ ഫ്ലാറ്റിൽ തന്നെ ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു പോയ പലരും പറഞ്ഞു, ഞങ്ങൾക്കും ഇതേ അനുഭവമാണ്, ഞങ്ങളും കൊടുത്ത സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവരിങ്ങനെ പല ആളുകളെയും പറ്റിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി ആ ഫാമിലി എന്ത് ചെയ്തു, ആ ഫ്ലാറ്റിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അകലെയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ച് ഇവര് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് വാശി പിടിക്കാതെ മെയിലിലേക്ക് ഒരു പരാതി അയക്കാൻ പറഞ്ഞു. അങ്ങനെ മെയിലിലേക്ക് പരാതി അയച്ചു. SI അത് വളരെ ഗൗരവമായി തന്നെ എടുത്ത് തിരിച്ചു വിളിച്ചു. ഞാനൊരു പോലീസുകാരനെ ഈ കേസ് ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആ പോലീസുകാരൻ ഈ ഫാമിലിയായിട്ട് കോണ്ടാക്ട് ചെയ്തു. എന്റെ നമ്പരാണിത്, പോലീസുകാരന്റെ തന്നെ നമ്പർ കൊടുത്തു. ഞാൻ ആ ഫ്ലാറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞു. പോലീസുകാരൻ വളരെ കാര്യഗൗരവമായി തന്നെ ആ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചു. പക്ഷെ അപ്പോഴും ഈ പോലീസുകാരനെ പോലും ആ ഫ്ലാറ്റുകാർ കബളിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ചെക്ക് എഴുതി അയച്ചിട്ടുണ്ട് സാറേ, അത് അവരോടൊന്ന് നോക്കാൻ പറ. പോലീസുകാരൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ചെക്ക് കിട്ടിയോ? അപ്പൊ ആ ഫാമിലി പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ചെക്ക് കിട്ടിയില്ല. വീണ്ടും ഈ പോലീസുകാരൻ ഈ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ നിരന്തരം, സാധാരണഗതിയിൽ ഒരു പോലീസുകാര് കേസ് കൊടുത്താലും അതിനിപ്പോ അവരെന്താന്ന് വെച്ചാൽ ആവട്ടെ, അല്ലെ കുറച്ചു ദിവസം കഴിയട്ടെ, അങ്ങനെയൊക്കെ വയ്ക്കും. പക്ഷെ ഈ പോലീസുകാരൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ ഫലമായിട്ട് എന്തായാലും ആ പൈസ ഈ ഫാമിലിക്ക് തിരിച്ചു കിട്ടി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കേരളത്തിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി പല കേസുകൾക്കും തീർപ്പ് കൽപ്പിക്കാൻ പറ്റും. ആ പോലീസുകാരന്റെ നിരന്തരമായ ഇടപെടൽ കാരണം അവർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലായി. എന്തായാലും ആ ഫ്ലാറ്റുകാര് ഈ പൈസ ഫാമിലിക്ക് തിരിച്ചു കൊടുത്തു. ഒരു സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നില്ല, കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നില്ല, വക്കീൽ ഫീസ് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചപ്പോൾ പ്രശ്നം പരിഹരിച്ച് അവർക്ക് ആ പൈസ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇങ്ങനെ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കിട്ടാത്തവര്, പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തവര്, സാലറി ചോദിക്കുമ്പോൾ പോലും കൊടുക്കാതെ അടിച്ചോടിക്കുന്ന ഉടമകള്, ഇവർക്കൊക്കെ എതിരെ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ പരാതി ഞങ്ങൾ പരിശോധിക്കട്ടെ, നിങ്ങൾ നാളെ വാ, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച വാ, ഇന്ന SI ഇല്ല, ഇത് കേസ് നോക്കാൻ ഇവിടെ ആളില്ല, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് സ്റ്റേഷൻ ഇങ്ങനെ കയറി ഇറങ്ങി അവസാനം കേസ് കോടതിയിലേക്ക് എത്തുന്നു. കോടതിയിൽ ചെല്ലുമ്പോഴും അവിടെയും നീട്ടി വെക്കുന്നു. പിന്നെയും മടുത്തിട്ട് പോയത് പോട്ടെ എന്ന് വെക്കുന്ന ഒരവസ്ഥ. എന്നാൽ എന്റെ അറിവിലുണ്ടായ ഈ അനുഭവം വെച്ച് ഇതേപോലെ നട്ടലുള്ള പോലീസുകാര് അവരുടെ ഡ്യൂട്ടി വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്തരം ദുരവസ്ഥ അനുഭവിക്കുന്ന പലർക്കും പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിച്ച് അവരുടെ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലായി. അങ്ങനെയുള്ള പോലീസുകാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടി ഭംഗിയായി നടത്തുവാനുള്ള ആർജവം നമ്മുടെ പോലീസുകാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.